മലബന്ധം കാരണം ഫിഷർ ഉണ്ടാകുമ്പോൾ അതിനെന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, വൂണ്ട് ഹീൽ ചെയ്യുക. ഈ ഒരു ഫിഷർ ആ ഒരു ഭാഗത്ത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു ചെറിയ മുറിവ് ഹീൽ ചെയ്യേണ്ട ആ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുക. അപ്പോൾ 2 ട്രീറ്റ്മെൻറ്റും ചെയ്താൽ മാത്രമേ ആ ഒരു ഫിഷർ ഹീലാവുകയും അതുപോലെ തന്നെ ആ ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂ വീണ്ടും വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂ വീണ്ടും വന്നാൽ എന്ത് ചെയ്യുക? ഈ ഒരു ഫിഷർ ഹീലാകും, പിന്നെ വീണ്ടും ഫിഷർ വരും. സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വിസ് ബാത്താണ്. സ്വിസ് ബാത്ത് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു ചെറിയ ചൂടോടുകൂടി വെള്ളത്തിൽ ചെറുതായിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിൽ മുങ്ങിയിരിക്കുക. ആ ഒരു ഭാഗം നനയുന്ന രീതിയിൽ മുങ്ങിയിരിക്കുക. ഒരു വേദന കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് ത്രിഫല ചൂർണ്ണമാണ്. ആ ഒരു ഭാഗത്തെ വൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് നല്ല ഒരു ഓപ്ഷനാണ് ത്രിഫല ചൂർണ്ണം എന്ന് പറയുന്നത്. ഉപ്പിട്ടതുപോലെ തന്നെയാണ് ത്രിഫല ചൂർണ്ണം ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് മുങ്ങിയിരിക്കുക. അതാണ് സ്വിസ് ബാത്ത് ചെയ്യേണ്ടത്. അതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ. മറ്റൊന്നെന്ന് പറയുന്നത് അവിടെ ഓയിൽമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജാത്യാതി ഘൃതം പുരട്ടാം, മുറിവെണ്ണ നല്ലതാണ്, ശതദൗത ഘൃതം നല്ലതാണ്. ഇതൊക്കെ എക്സ്റ്റേണലി ആണ്. ഇൻറ്റേർണലി നിങ്ങളുടെ ആ ഒരു ഫിഷറിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് നിങ്ങൾ ഡോക്ടറിനെ കാണിക്കുക. നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇൻറ്റേർണലി മെഡിസിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫിഷറുള്ളവർ. പിന്നെ ഡയറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചേ മതിയാവുകയുള്ളൂ. കാര്യം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക, എന്നാലേ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. പിന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക, ജങ്ക് ഫുഡ് കുറയ്ക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുക, ചീര അതുപോലെയുള്ള തോരനൊക്കെ വെച്ച് കഴിക്കുക, ക്യാരറ്റൊക്കെ കഴിക്കുക, പപ്പായ ബെസ്റ്റാണ്, പപ്പായ കഴിക്കുക. സോ ഇതൊക്കെയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിലും നമ്മൾ പറയാറുണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ചിക്കനും മുട്ടയും ഇത്തരം പ്രശ്നക്കാരെ ഒന്ന് കുറച്ചിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുക. അപ്പോൾ ഈ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡയറ്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കാര്യം ഫിഷർ എന്ന് പറയുന്നത് ഒരിക്കൽ ഹീലായി, അപ്പോൾ വീണ്ടും എനിക്ക് വന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങളാണ് നോക്കേണ്ടത്. വീണ്ടും വരാതിരിക്കാനുള്ള ആ ഒരു ഇത് നോക്കേണ്ടത് നിങ്ങളാണ്. ഡയറ്റ് ശ്രദ്ധിക്കാണ്ട് എപ്പോഴും മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് നല്ലതാണോ? അല്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. മരുന്നെന്ന് പറയുന്നത് എപ്പോഴും കഴിക്കേണ്ട ഒരു കാര്യമല്ല. സോ നിങ്ങൾ ആഹാരം ശ്രദ്ധിച്ചിട്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു 1 വീക്ക് 2 വീക്ക് തന്നെ ചെയ്താൽ റെഡിയാകും ആ ഒരു പ്രശ്നം. പക്ഷേ ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലെ ലക്ഷണങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഫിഷറിൻ്റെയും കോൺസ്റ്റിപ്പേഷൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്